ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ഒരു പുതിയ അപ്ഡേറ്റ് പറയാനായിട്ടാണ്. ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോയുടെ താഴെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇട്ട വീഡിയോ എന്ന് വെച്ചാൽ ഈ വണ്ടി കംപ്ലൈൻറ്റ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരുപാട് സുഹൃത്തുക്കൾ ആ വീഡിയോയുടെ കംപ്ലൈൻറ്റ് പറയാനായിട്ട് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്തേ. ഓക്കെ, അപ്പോൾ ഞാൻ മെയിനായിട്ട് വരാനുള്ള മെയിൻ കാരണം വണ്ടിയുടെ ആ ഇഷ്യൂ പൂർണ്ണമായിട്ടും റിസോൾവ് ആയിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടിയിൽ നിലവിൽ യാതൊരുവിധ കംപ്ലൈൻറ്റുകളും ഇല്ല. വണ്ടി പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. സൈഡ് സ്റ്റാൻഡിന്റെ സെൻസർ കട്ടായിട്ടായിരുന്നല്ലോ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് സ്റ്റാർട്ട് ആവാതിരുന്നത്. ഞാൻ എന്നിട്ട് ടോയ് ചെയ്തുകൊണ്ട് പോവാന്നാണ് അന്ന് വിചാരിച്ചത്. പക്ഷേ എന്തോ ഭാഗ്യത്ത് വെച്ചാൽ അന്ന് ടോയ് ചെയ്യേണ്ടി വന്നിട്ടില്ല വണ്ടി. ഞാൻ അല്ലാതെ തന്നെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് ഷോറൂമിലോട്ട് കൊണ്ടുപോയത്. അത് ഞാൻ ചെയ്ത എന്താന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ. ഈ വണ്ടി എന്തൊക്കെ ചെയ്താലും പാർക്ക് മോഡിൽ നിന്ന് മാറുന്നില്ലായിരുന്നു, നോർമൽ മോഡിലോട്ട് വരുന്നില്ലായിരുന്നു എന്തൊക്കെ ചെയ്തിട്ട്. അപ്പോഴാണ് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ട് ഈ വണ്ടി റീസ്റ്റാർട്ട് ചെയ്തത്, അതായത് റീബൂട്ട് ചെയ്തത്. റീബൂട്ട് ചെയ്യാനായിട്ട് ഈ റിവേഴ്സിന്റെ ബട്ടണും ഈ ബട്ടണും പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും 5 സെക്കൻഡിനുള്ളിൽ റീബൂട്ടായിട്ട് വരുമായിരുന്നു. ആ റീബൂട്ടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാൻഡ് എടുത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി നോർമലിലോട്ട് വരും. അപ്പോഴും ആ സെൻസർ കട്ടാവത്തില്ല. നമ്മൾ അങ്ങനെ റീബൂട്ടായിട്ട് വരുമ്പോഴത്തേനും വണ്ടിയുടെ സെൻസർ കട്ടാവത്തില്ല, പക്ഷെ വണ്ടി നോർമലിലോട്ട് മാറി വരും. അങ്ങനെ ആ നോർമലിൽ നിന്ന് നമ്മൾ കൈപിടുത്തങ്ങൾ ഓടിച്ച് പോകാൻ മാത്രം മതി. നമുക്ക് ഷോറൂം വരെ എങ്ങനെയാലും എത്തിക്കാനായിട്ട് പറ്റും. വണ്ടി ടോയ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഒരുപാട് നേരം കുത്തിയിരുന്ന് ട്രൈ ചെയ്ത് വണ്ടി എങ്ങനെയാണ് ഞാൻ ഷോറൂം വരെ അന്ന് എത്തിച്ചു. അങ്ങോട്ട് പോണ വഴിക്കും വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് വണ്ടി സ്ലോ ആയി വണ്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസർ ഓണേ വണ്ടി നോർമലിൽ നിന്ന് മാറി അപ്പോഴേ പാർക്കിലോട്ട് വരും. എന്തോ ഭാഗ്യവശം, ഇനി എന്റെ മാത്രം ഭാഗ്യമാണെന്ന് അറിയത്തില്ല. എന്തായാലും ആ ടൈമിൽ എനിക്ക് വണ്ടി ടോയ് ചെയ്യേണ്ടി വന്നില്ല, ഫിനാൻഷ്യൽ ലോസ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഞാൻ നേരെ എങ്ങനെയാലും ഷോറൂം വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വണ്ടി ഷോറൂമിൽ എത്തിച്ചിട്ട് ഷോറൂമിൽ സർവീസിന് അവിടെ അപ്പുറത്ത് തന്നെ വണ്ടിയിൽ അവർ ഇൻസ്പെക്ട് ചെയ്തിട്ട് പറഞ്ഞു വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് സെൻസർ പോയതാണ്. അപ്പോൾ ആ സെൻസർ റിമൂവ് ചെയ്തിട്ട് പുതിയ സെൻസർ വെക്കണമെന്ന് ആ ഷോറൂമിൽ അപ്പോൾ തന്നെ അവർ നോക്കിയിട്ട് പറഞ്ഞു. അങ്ങനെ ഈ വണ്ടിക്ക് വാറണ്ടി ഉള്ളത്, വണ്ടി എടുത്തിട്ട് പുതിയ വണ്ടിയില്ല, 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ വാറണ്ടിയിൽ തന്നെ അവർ മാറ്റിത്തരാമെന്നും പറഞ്ഞു. അപ്പോൾ അപ്പോഴും തന്നെ അവർ വണ്ടിയുടെ 2-3 ഫോട്ടോസും ഈ വിൻ നമ്പരും വണ്ടിയുടെ മീറ്ററിന്റെ ഫോട്ടോസും വണ്ടിയുടെ സീരിയൽ നമ്പരും ഒക്കെ എടുത്തിട്ട് അവർ വാറണ്ടിയിൽ തന്നെ ക്ലെയിം ചെയ്തിട്ട് ഈ സൈഡ് സ്റ്റാൻഡ് സെൻസർ മാറി തന്നു. എൻ്റെ നിന്നും 1 പൈസ പോലും ആയിട്ടില്ല. ഒരു 1.5 മണിക്കൂർ മൊത്തത്തിൽ അവിടെ ചിലവഴിക്കേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. അതും ഈ അപ്രൂവൽ കിട്ടാനായിട്ട് വേണ്ടി മാത്രമുള്ള ഡിലേ വന്നിട്ടുള്ളൂ. അല്ലാതെ ഒരു ഡിലേയും അവിടെ ഷോറൂമിൽ വന്നിട്ടില്ല. ഷോറൂമിലെ സ്റ്റാഫുകളെല്ലാം വളരെ അധികം സപ്പോർട്ടീവ് ആയിരുന്നു. ഒട്ടും മോശം രീതിയിലുള്ള ഒരു തരത്തിലുള്ള അനുഭവം എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വണ്ടി കൂടുതലായിട്ട് എടുക്കാൻ നിൽക്കുന്നതിനോട് എനിക്ക് തരാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും വേറെ എന്തൊക്കെ ഈ ഓലയുടെ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്താലും ഓലയുടെ ഹൈപ്പർ സർവീസ് എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും മേടിക്കാൻ നിൽക്കരുത്. അത് പക്കാ ഉടായിപ്പാണ് അവന്മാരൊക്കെയുള്ള. കാരണം 24/7 ഹൈപ്പർ സർവീസ് എന്നാണ് അവന്മാർ പറയുന്നത്. ഞാൻ 2-3 വട്ടം എനിക്ക് വിളിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഞാൻ 3 വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. 3 വട്ടം വിളിച്ചപ്പോഴും അവന്മാർ ഈ ഇൻസ്റ്റന്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ കംപ്ലൈന്റ് ഞാൻ ഷോറൂമിൽ കൊണ്ടുപോയി റിസോൾവ് ആയിട്ട് 12 മണിക്കൂറിന് ശേഷമാണ് ഇനി കസ്റ്റമർ കെയറിൽ നിന്ന് കോൾ വരുന്നത് വണ്ടിയുടെ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചിട്ട്. ഓലയുടെ അപ്പോഴേ ഒരിക്കലും ആ ഒരു സാധനം 10,000-3,500 രൂപയ്ക്ക് അത് തരേണ്ട ഒരാവശ്യം വരുന്നില്ല. അതൊരിക്കലും മേടിക്കേണ്ട. അത് ഈ ഓലയുടെ ആ സാധനം മേടിക്കുന്നത് പക്ക വേസ്റ്റ് തന്നെയാണ്. കംപ്ലൈന്റ് വന്നുകൊണ്ട് ഓലയുടെ സർവീസിനെ സംബന്ധിച്ച ഒരു അനുഭവം കൂടെ എനിക്കുണ്ടായി. കാരണം ഞാൻ ഈ കണ്ടതും കേട്ടതുമായിട്ടുള്ള സർവീസുകളൊന്നും അല്ല ഇപ്പൊ നിലവിലുള്ളത്. വളരെ മികച്ച സർവീസ് തന്നെയാണ്. ആ കംപ്ലൈന്റ് ആണെങ്കിൽ എനിക്ക് 1.5 മണിക്കൂർ കൊണ്ട് മാറി കിട്ടി. ഒരു തരത്തിലുള്ള ഡിലേയും എനിക്ക് ആ ഷോറൂമിൽ നിന്ന് വന്നിട്ടില്ല. അപ്പൊ ഇനി ഓലയുടെ സർവീസ് വളരെ മോശം ആണ് അതിങ്ങനെ വിചാരിച്ചിട്ട് ആരും വണ്ടി എടുക്കാതിരിക്കുന്നുണ്ട്. ഓലയുടെ സർവീസിലൊക്കെ ഒരുപാട് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് പുതിയ സർവീസ് സെന്ററുകൾ അവർ ഷോറൂമിനോട് അടുപ്പിച്ച് പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇപ്പൊ പഴയ തരത്തിലുള്ള പണ്ടത്തെ തരത്തിലുള്ള ഡിലേയും ഒരു ഷോറൂമിലും വരുന്നില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ മനസ്സിലാവുന്നത്. ഞാൻ പോയിട്ട് എനിക്കിതുവരെ ഷോറൂമിൽ നിന്ന് ഒരു തരത്തിലുള്ള ഡിലേയും വന്നിട്ടില്ല. പിന്നെ ഈ മോഡൽ വണ്ടി എടുത്തിട്ട് എന്നെ പോലെ ആരെങ്കിലും പെട്ട് കിടക്കുവാണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഈ ഒരു
സൈഡ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ ഒരു എല്ലങ്കി ഉണ്ടല്ലോ, ഈ എല്ലങ്കിയുടെ ബോൾട്ട് അങ്ങോട്ട് ഊരി കഴിഞ്ഞാൽ ഈ സൈഡ് സ്റ്റാൻഡിങ് ഇളകി വരും ഫുൾ സെറ്റായിട്ട്. അപ്പോൾ അത് ഇളകി കഴിഞ്ഞാൽ ആ ഒരു സെൻസറും മാറി നമുക്ക് വണ്ടി എങ്ങനെയും ഷോറൂം വരെ എത്തിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ വണ്ടിയുടെ തന്നെ നമുക്ക് മേടിക്കുമ്പോഴത്തേനും ഒരു എല്ലങ്കി കിട്ടുമല്ലോ, ആ എല്ലങ്കി വെച്ചിട്ട് ഇത് ഊരിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം മാറിയിട്ട് നമുക്ക് എങ്ങനെയും ഷോറൂമിൽ വരെ എത്തിക്കാം. അത് ഞാനന്ന് ആ ഷോറൂമിൽ പോയിട്ട് ഈ വണ്ടി ഊരിന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. ഇനി തുടർന്ന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ വണ്ടി ഷോറൂമിൽ എത്തിക്കുക എന്നുള്ള ഒരു കടമ മാത്രമേ നിലവിൽ എനിക്കൊരു പാടായിട്ട് തോന്നുന്നുള്ളൂ. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഷോറൂമിൽ എത്തിക്കഴിഞ്ഞാൽ അധികം സ്പെയർ പാർട്സ് ഉണ്ടെങ്കിൽ അധികം ഡിലേ ഒന്നും വരത്തില്ല, പെട്ടെന്ന് തന്നെ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാവുന്നതാണ്. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ റോഡിലൂടെ ഓടുന്ന ഒരു ഉപകരണമല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ചെറിയ ചെറിയ കംപ്ലൈൻസ് ഒക്കെ സ്വാഭാവികമായിട്ടും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ കംപ്ലൈൻസ് വരുമല്ലോ, അത് വന്നിട്ടും അത് പരിഹരിച്ച് കിട്ടി എന്നുള്ളതാണ് എൻ്റെ നിലവിൽ ഇപ്പോഴുള്ള ഒരു സന്തോഷം. ആ കാണുന്ന വണ്ടിയില്ലേ, ആയിരിക്കുന്ന ആ പ്രഷർ, അത് 11 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ്. ആ വണ്ടിയും ഞാൻ എടുത്തു കറക്റ്റ് ഒരു ഒന്നര മാസമായപ്പോഴത്തേന് അതും എനിക്ക് പണി വന്നായിരുന്നു, വഴി കിടത്തിയായിരുന്നു, ഏതോ ഒരു വയർ ഷോർട്ടായിട്ട്. പക്ഷെ എന്നിട്ടും അത് ഇപ്പോഴും ഓടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല നിലവിലും. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് വണ്ടികളാകുമ്പോഴത്തേന് ചെറിയ ചെറിയ കംപ്ലൈൻസ് വരും, അത് റെക്ടിഫൈ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് നിലവിൽ ഞാനിപ്പോൾ എൻ്റെ ഓലയിൽ പൂർണ്ണമായും സന്തുഷ്ടവാനാണ്. അപ്പോൾ ഇതൊന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ കാണാം. ടാറ്റാ.